നിവിനും അനുമോളും തമ്മിൽ ചെറിയൊരു വഴക്ക് കടന്നു. പക്ഷേ കേൾക്കാൻ നല്ല രസകരമായ ഒരു വഴക്കായിരുന്നു. കാരണം നിവിനും സാബുമോനും തമ്മിൽ മാറിയിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അനുമോളും പ്രവീണും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വഴി അനുമോൾ തിരിഞ്ഞു നോക്കിയപ്പം നെവിനെ കണ്ട്. അപ്പോൾ ഉടനെ ഈ നെവിനെ പ്രവീണിനോട് പറഞ്ഞ് ഇതൊരു കാട്ടുപോത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട ഉടനെ നെവിൻ ഓടി വന്നിട്ട് ആരാടി കാട്ടുപോത്ത്, നിനക്ക് അസൂയാണ്, നിനക്ക് എൻ്റെ കഴിവിലും സൗന്ദര്യത്തിലും എൻ്റെ ഓരോ ടാസ്ക് ബുദ്ധിപരമായി ചെയ്യുന്നതിലൊക്കെ നിനക്ക് ഭയങ്കര അസൂയാണെന്ന് അനുമോളോട് നെവിൻ പറയുന്നു. അപ്പം നിനക്ക് എന്ത് കഴിവിരിക്കുന്നടി, നിനക്ക് എന്തുണ്ട് എന്ന് നെവിൻ അനുമോളോട് ചോദിക്കുക. പിന്നെ നിനക്ക് സൗന്ദര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കിതുവരെ നിൻ്റെ സൗന്ദര്യം കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നിൻ്റെ മുഖം എപ്പോഴും പുട്ടിയിട്ട് മൂടി വെച്ചിരിക്കുന്നതുകൊണ്ട് പുട്ടിയുടെ ഭംഗി ഇങ്ങനെ തെളിഞ്ഞ് നിൽപ്പുണ്ടല്ലോ, നിൻ്റെ മുഖത്തിൻ്റെ ഭംഗിയൊന്നും ഇതുവരെ കാണാൻ പറ്റിയില്ല. ഇപ്പോൾ അത് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ മുഖം കാണാനേ കൊള്ളത്തില്ലായിരിക്കും. അപ്പോൾ അനുമോൾക്ക് ദേഷ്യം വന്നിട്ട് അനുമോൾ ചോദിച്ചു, നീ കണ്ടോ ഞാൻ പുട്ടിയിടുന്നത്, ഞാൻ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടോ നോക്ക് നീ. അപ്പം നിവിൻ ചോദിച്ചു, നീ കൺമഷി ഇട്ടിട്ടില്ലേ, ഐലൈനർ ഇട്ടിട്ടില്ലേ, മസ്കാര ഇട്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അനുമോൾ പറയണേ ഞാനതൊന്നും ഇടാറൊന്നുമില്ല, ഞാൻ ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ല, എൻ്റെ ഇത് ഒന്നുമില്ലാത്ത ഭംഗിയാണ്, നീ നോക്ക്. ഉടനെ നിവിൻ പറയണേ നീ 5 മണിക്ക് എല്ലാവരൊക്കെ മുമ്പേ എണീറ്റിരുന്ന് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, എന്നിട്ടേ നീ ബ്രഷ് വരെ ചേർത്തുള്ളൂ. അപ്പം മറ്റുള്ളവർ ഓർക്കും നീ പുട്ടിയോ ഒന്നും ഇട്ടിട്ടില്ല, കാരണം അവരാരും കാണുന്നില്ലല്ലോ. ഞാൻ നോക്കിയിട്ട് നിനക്ക് എവിടെയും ഒരു സൗന്ദര്യവും കാണുന്നില്ല, നിന്നെ അത്രക്ക് ഒരു കാശിനും കൊള്ളത്തുമില്ല നിന്നെ കാണാൻ എന്ന് നിവിൻ പറയുക. ഒരു ഫണ്ണിയായ വഴക്കാണ് രണ്ടുപേരും കൂടെ. അപ്പം നിവിൻ പറയാം, നീ ജെസ്സിലിനെ നോക്കിക്കേ, അവൾ ഒരു പുട്ടിയും ഇടാറില്ല, അവളെ എന്ത് ഭംഗിയാണ് കാണാൻ, അവൾ ബീട്രൂട്ട് പോലെ ചുമന്ന് തുടുത്തായിരിക്കുന്നത്, നിന്നെ എന്തുവാ ചീഞ്ഞളിഞ്ഞ സാധനം എന്ന് പറയുമ്പം അനീഷ് പറയുന്നുണ്ട് കുറച്ച് മാന്യമായ രീതിയിൽ സംസാരിക്കും, ലാലേട്ടൻ ഇതിപ്പോൾ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞ് നമ്മളുടെ ഭാഷ ശരിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അനീഷ് അവിടെ നിന്നിട്ട് ഉപദേശിക്കും. അപ്പോൾ ഉടനെ നവീൻ പറഞ്ഞു, ഇത് തന്നെയാണോ താങ്കളോടും പറയാനുള്ളത്, ഒരു കാര്യം 10,000 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കും, താങ്കളുടെ പണി നോക്ക് എന്നും പറഞ്ഞ് അനുമോളെടുത്ത് വീണ്ടും പറയാണ്, നീ മനുഷ്യരക്തം കുടിക്കുന്ന രാക്ഷസിയാടി എന്ന് പറഞ്ഞപ്പോൾ അനുമോൾ പറഞ്ഞ്, നിന്നെ ഞാൻ തിളച്ച എണ്ണയിലിട്ട് പൊരിച്ച് കോരുവിടാന്ന് പറയുന്നത് നെവിന്. അപ്പോൾ വീണ്ടും അനീഷ് എന്തോ പറഞ്ഞപ്പോഴത്തേക്കും നെവിൻ പറഞ്ഞ്, ഈ പ്രാവശ്യം ജയിലിൽ അനീഷിനെയും മസ്താനെയും കൂടെ ഒന്നിച്ചിടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക, ഇപ്രാവശ്യം നിങ്ങൾ അങ്ങനെ ഒരു പണി തരുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു രസകരമായ ഒരു വഴക്കായിരുന്നു. കണ്ട് ഇരിക്കാൻ നല്ല രസമുണ്ട്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.